എല്ലാരും അമ്മയുടെ ഞാൻ ഓൾറെഡി ജീവിതം മൊത്തം ഈ മകന്. റിയൽ ലൈഫിൽ റൊമാൻറ്റിക് ലൈക്ക് അങ്ങനെ സംഭവം അല്ലെങ്കിൽ സിനിമയിലൊക്കെ ഉണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം. നായകനും നായികയും തമ്മിൽ പ്രേമിക്കുക എന്നുള്ളതിൻ്റെ ഉപരി വേറെ പല ഏരിയാസും ഉണ്ട്, പല ഷെയ്ഡ്സും. അപ്പോൾ പെട്ടെന്ന് എടുത്തു വന്നിരിക്കുമ്പോഴൊക്കെ ഭയങ്കര വിറയലും പരിപാടിയൊക്കെ. അങ്ങനെ ഒരാൾക്ക് പ്രണയം തോന്നണ, ഓ അങ്ങനെ പ്രണയം തോന്നി കഴിഞ്ഞാൽ പുള്ളി ഭീകരനാവും. പക്ഷെ സ്വന്തം പ്രണയം പറയാൻ അന്നും ഇന്നും എന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അത് ആദ്യ പ്രണയമാണ് നോക്കാൻ വേണ്ടത്. അമ്മയുടെ ജീവിതം മൊത്തം ഈ മകന്. ഹായ് ഹലോ വെൽക്കം ടു കൗമുദി മൂവീസ്. അതിഭീകര കാമുകൻ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് എൻ്റെ കൂടെയുള്ളത് അശ്വിൻ, ലുക്മാൻ, ദൃശ്യ രഘുനാഥ് ആൻഡ് മനോഹരി ജോയ്. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു. അതിഭീകര കാമുകൻ, അതായത് ഇപ്പൊ വാള എന്ന് പറഞ്ഞ സിനിമ ചെയ്തു ലുക്കു ചേട്ടൻ. അപ്പൊ ഈ ഒരു സിനിമ വരുന്ന സമയത്ത് ഒരു അതിഭീകര കാമുകൻ തന്നെയാണോ? ഉറപ്പായിട്ടും ആയിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. അല്ല, അതിഭീകര കാമുകൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ ഇപ്പം നേരത്തെ ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഞാൻ അങ്ങനെ ത്രൂ ഔട്ട് ഇങ്ങനത്തെ ഒരു റൊമാൻറ്റിക് മൂവി ചെയ്തിട്ടില്ല. അതിൽ ശരിക്കും ആ ഒരു പേരിൽ തന്നെ ഒരു രണ്ട് കൊമ്പൊക്കെ കാണുന്നുണ്ട്. അതെന്താണ് അത് ശരിക്കും സിനിമയില് ഈ സിനിമ മൊത്തം പറയുന്ന ഈ സിനിമ ടോട്ടലി പറയുന്നത് വേറൊരാളാണ്. അതൊരു മെയിൻ അതൊരു അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു അതൊരു പ്രണയ സിനിമ ആണെങ്കിൽ പോലും വെറും ഒരു പ്രണയ സിനിമ മാത്രമല്ല, വെറും ഒരു നായകനും നായികയും തമ്മിൽ പ്രേമിക്കുക എന്നുള്ളതിന്റെ ഉപരി വേറെ പല ഏരിയാസും ഉണ്ട്, പല ഷെയ്ഡ്സും ഉണ്ട് സിനിമയ്ക്ക്. അതൊക്കെ പക്ഷെ വലിയ ട്വിസ്റ്റും വലിയ പരിപാടിയൊന്നുമല്ല, പക്ഷെ ഭയങ്കര രസമായിട്ട് കണക്ട് ആവുന്ന ഒരു രണ്ട് ഞാൻ ആ ട്രെയിലർ കണ്ടപ്പോ മനസ്സിലായത് ഇപ്പൊ സാധാരണ എല്ലാവർക്കും ഇപ്പൊ പുറത്ത് ഭയങ്കര എൻജോയ് ചെയ്ത് നടക്കണം, അല്ലെങ്കിൽ കോളേജിൽ പോകാൻ സ്കൂളിൽ പോകാൻ മടിയുള്ള ആ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ എനിക്ക് ഈ ഒരു ട്രെയിലർ കണ്ടപ്പോ മനസ്സിലായത്. ശരിക്കും അങ്ങനെ തന്നെയാണോ ക്യാരക്ടർ? അങ്ങനെ തന്നെ. അതായത് +2 കഴിഞ്ഞ് 6-7 വർഷമൊക്കെ കഴിഞ്ഞ് ഇനി എന്തെങ്കിലും കോഴ്സ് ചെയ്താലേ ജോലി കിട്ടുള്ളൂ എന്ന് അമ്മയോട് പറയും. ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ മനോരമ ചെയ്യണേ. അപ്പോൾ അമ്മ എന്നോട് പറയും, അപ്പം അമ്മക്ക് അപ്പോഴാണ് മനസ്സിലാവണം ഇവൻ എന്തെങ്കിലും കോഴ്സ് പഠിച്ചാലേ കാര്യമുള്ളൂ എന്ന്. അങ്ങനെയാണ് എന്നെ +2 കോളേജിൽ കൊണ്ടാക്കുന്നത്. അല്ല, ഈ +2 എന്ന് പറഞ്ഞപ്പോ അമ്മ പറയുന്നുണ്ട് നീ പോടാ സ്കൂളിലോട്ടെന്നാ പറയുന്നത്. അപ്പോഴും പറയണ്ടേ നാളെ സ്കൂളിലല്ലേ പോയി കിടക്കുക, സ്കൂളല്ല അമ്മ കോളേജ്. അമ്മ എപ്പോഴും എന്നിട്ട് വേറെ സീനിലും അങ്ങനെ തന്നെ പറയുള്ളൂ, എപ്പോഴും സ്കൂളാ. അമ്മ ഒരു കുട്ടീനെ ചെറിയ അമ്മമാർക്ക് എത്ര പ്രായം കുട്ടിയാണല്ലേ കോളേജിൽ കൊണ്ടാക്കുന്നത് സ്കൂളിൽ കൊണ്ടുവിടുന്ന പോലെ തന്നെ. അതൊരു ഒറ്റ മോനൊക്കെ ആണെങ്കിൽ നോക്കാൻ വേണ്ട. എനിക്ക് ശരിക്കും പറഞ്ഞ ആ ഒരു ഡയലോഗ് കേട്ടപ്പോ മീനത്തിൽ താലികെട്ടില് ദിലീപിനെ ഓർമ്മ വന്നത്. അല്ലല്ല, ആ ഒരു ക്യാരക്ടർ എങ്ങനെയാണല്ലോ അതെനിക്ക് ഓർമ്മ. അതെ അതെ, പക്ഷെ ആ ടൈപ്പ് ഓഫ് പരിപാടിയല്ല. പക്ഷെ നമ്മൾ ഇതിന് മുന്നേ നമ്മൾ കണ്ടുള്ളത് അങ്ങനെ മീനത്തിൽ താലികെട്ടിലൊക്കെ. അതുപോലെ ദൃശ്യ ഇപ്പൊ മുൻപ് ഹാപ്പി വെഡിങ്ങിലൂടെയാണ് നമ്മളെപ്പോഴും ദൃശ്യയുടെ മുഖം നമുക്ക് എപ്പോഴും പരിചിതമാണ്. ഇത്ര ഒരു 9 വർഷങ്ങൾക്ക് ശേഷം എന്താണ് ഇത്ര ഒരു ഗ്യാപ്പ് വരാനുള്ള ഒരു കാരണം? മാച്ച് ബോക്സ് ചെയ്തു. അതെ, ചെയ്തു, പക്ഷെ എന്നാലും കൂടെ അതാണ് എല്ലാവരും അറിഞ്ഞത്. കഴിഞ്ഞു. ഞാൻ ആക്ച്വലി അത് ചെയ്യുന്ന ടൈമിൽ തന്നെ ഞാൻ +1 ആ ഒരു ഇതായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് +2 എക്സാം, ബോർഡ് എക്സാം. അപ്പോൾ അറ്റൻഡൻസ് ഇമ്പോർട്ടൻറ്റ്, ഓൾറെഡി അറ്റൻഡൻസ് ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ +2 പാസ്സായി ആവണം. അപ്പൊ അതിന്റെ സ്ട്രെസ് വേറെ. അത് കഴിഞ്ഞു ഞാൻ ഒരു വർഷം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മാച്ച് ബോക്സ് ചെയ്തത്. അത് കഴിഞ്ഞു കോളേജ് എക്സ്പ്ലോർ അവിടെ പോയി ഫിലിം മേക്കിംഗ് പഠിച്ചത്. അതായത് എനിക്ക് ഹാപ്പി വെഡിങ് ചെയ്യുന്ന സമയത്ത് ഫിലിം നോളേജ് അധികം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് എൻ്റെ പ്രൊഫഷനെങ്കിൽ കുറച്ചുകൂടി അറിയണം, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം. അപ്പോൾ അങ്ങനത്തെ ഉള്ളൊരു ആഗ്രഹം കൊണ്ട് ഞാൻ ബാംഗ്ലൂരിൽ പോയി BSc ഫിലിം മേക്കിംഗ് പഠിച്ചു. അപ്പോൾ ആ സമയത്തും ഞാൻ ഒരു തെലുഗു ഒരു മൂവി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൺ അറ്റ് എ ടൈം ആ ഒരു പരിപാടി എനിക്ക് പറ്റുള്ളൂ. അത് ആക്ച്വലി ഒരു 3 years എടുത്തു മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്ക്രിപ്റ്റ് ചേഞ്ച് ചെയ്തു, അപ്പോൾ പിന്നെ റീഷൂട്ട് അങ്ങനെ സംഭവിച്ചു. അങ്ങനെ ഒരു ബിഗ് പ്രോസസ്സായിരുന്നു, അത് വേറെ കഥ. അത് കഴിഞ്ഞു ആകുമ്പോഴേക്കും പിന്നെ എനോമി എന്ന് പറഞ്ഞ മൂവി. അല്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ ജോൺ ലൂത്തറിലെ ജയേട്ടൻ്റെ സിസ്റ്ററായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയൊരു കഥാപാത്രമായിരുന്നു. അത് കഴിഞ്ഞ് എനോമിയിൽ ഞാൻ വളരെ ചെറിയൊരു ക്യാരക്ടർ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് അതിഭീകര കാമുകൻ ചെയ്യുന്നത്. ഇതിലൊരു ത്രൂ ഔട്ട് ക്യാരക്ടറാണ്. അതെ, ഇതിലൊരു ത്രൂ ഔട്ട് ക്യാരക്ടർ. ശരിക്കും ഒരു ഹാപ്പി വെഡിങ്ങിന് ശേഷം അതൊരു പ്രണയ സിനിമയായിരുന്നു. അപ്പൊ അതിനുശേഷം ഈ ഒരു ത്രൂ ഔട്ട് ഇങ്ങനത്തെ ഒരു റൊമാൻറ്റിക് മൂവി, അല്ലെങ്കിൽ പല ജോണർ ഉണ്ടെന്ന് പറഞ്ഞു ഈ സിനിമയിൽ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഇത്രയും വർഷം അങ്ങനെ ഇപ്പൊ ഒരു റൊമാൻറ്റിക് മൂവി ചെയ്യുമ്പോ? റിയൽ ലൈഫിൽ റൊമാൻറ്റിക് അങ്ങനെ സംഭവം അല്ലെങ്കിൽ സിനിമയിലൊക്കെ ഉണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം. ക്യാരക്ടറിനെ പറ്റിട്ടൊന്ന് പറയോ? എൻ്റെ ക്യാരക്ടറുടെ പേര് അനു എന്നാണ്. ബാംഗ്ലൂരിൽ ആണെങ്കിലും പുള്ളിക്കാരിയുടെ അച്ഛനൊക്കെ ബാംഗ്ലൂരിലെ കോളേജിൽ പോയ പോരെ
എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണ്. പക്ഷെ അനു എന്ന് പറയുന്ന ക്യാരക്ടർക്ക് നാട്ടുംപുറവും അതൊക്കെ എക്സ്പ്ലോർ ചെയ്യണം, ആ ഒരു കൾച്ചർ എൻജോയ് ചെയ്യുന്ന ഒരു സ്ട്രോങ് പൊളിറ്റിക്സ് ഉള്ള എക്സ്ട്രോവേർട്ടാണ്. ഒരു ലൈക് പീപ്പിൾ പ്ലീസർ ആണ്. ചില വൾണറബിൾ ആയിട്ടുള്ള സ്പോട്സ് ഉണ്ട്, അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്. എല്ലാവർക്കും കണക്ട് ആവുന്നു. അല്ല ശരിക്കും പറഞ്ഞാൽ അതില് ഇപ്പൊ ലുക്കുചാന്റെ ക്യാരക്ടർ അതിൽ ഒരു സീനിൽ ഇപ്പൊ പല കാര്യങ്ങളും ഇപ്പൊ ഒരു പാർട്ടിയുടെ ഇത് പറയുന്ന സമയത്ത് അതൊന്നും ശ്രദ്ധിക്കുന്നില്ല, അവിടെ ഇരുന്ന് വേറെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത്. അതായത് അതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല, പഠിക്കാനും ഇൻട്രസ്റ്റ് ഇല്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടർ തന്നെയല്ല പോണത് ക്യാരക്ടറിൽ. അതായത് ഈ ക്യാരക്ടറിന് ആക്ച്വലി എന്താന്ന് വെച്ചാൽ അങ്ങനെ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഒട്ടുമില്ല. പിന്നെ പെൺകുട്ടികൾ വീട്ടിലെ അമ്മ കൂട്ടുകാര് അവിടെ ഒക്കെ ഫുൾ ചില്ലാണെങ്കിലും ആള് ഒരു ഭയങ്കര നാട്ടുപ്രദേശത്ത് ജീവിക്കുന്ന ഭയങ്കര ഒരു സാധാരണക്കാരനാണ്. അവൻ കോളേജിലെത്തുമ്പോ പെൺകുട്ടികളൊക്കെ അടുത്തുനിന്ന് സംസാരിക്കാനൊക്കെ മടി, പേടി, അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവില്ല. അങ്ങനെ അപ്പോൾ പെട്ടെന്ന് എടുത്തു വന്നിരിക്കുമ്പോഴൊക്കെ ഭയങ്കര വിറയലും പരിപാടിയൊക്കെ പുള്ളി. അങ്ങനെ ഒരാൾക്ക് പ്രണയം തോന്നണ, അങ്ങനെ പ്രണയം തോന്നി കഴിഞ്ഞാൽ പുള്ളി ഭീകരൻ സെൻസ്. പിന്നെ അതന്നെ ഫുൾ അങ്ങനത്തെ ഒരു ഭയങ്കര ഇന്റൻസ് ആയിട്ട് പുള്ളി പ്രേമിച്ചു. അതായത് എനിക്ക് തോന്നുന്നു ലവ് ഒന്നും ചെയ്യാത്ത ഒരാള് ലവ് ചെയ്യുമ്പോൾ ഒരു സാധനം ഉണ്ടല്ലോ, അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും, അത് പ്രണയിച്ചവനക്ക് ആ വേദന. എല്ലാരും പ്രണയിച്ചിട്ടുള്ളതുകൊണ്ട് ആ വേദന. അശ്വിൻ എന്താണ് പറയാനുള്ളത് അങ്ങനെ പ്രണയിച്ച എന്തെങ്കിലും കാര്യങ്ങൾ? അല്ല, എന്തിനെ സംബന്ധിച്ചാണ്? അല്ല, പ്രണയത്തിന്റെ കാര്യങ്ങളാണ് സംസാരിച്ചത്. അല്ല എന്ന് വെച്ചാല് ഈ പ്രണയം അതിപ്പോ നോർമലാണ്, ഇപ്പൊ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. പ്രണയത്തിന് അങ്ങനെ കാലഘട്ടമല്ലല്ലോ, പഴയത് പുതിയത്. ഇപ്പൊ കുറെ ജെൻസി 90s 2K അങ്ങനെയൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ ഇതിലെല്ലാത്തിലും കോമൺ ആയിട്ട് എല്ലാരും കണക്ട് ആവുന്ന ഒരു ഏരിയയാണ് പ്രണയം. അന്നുകൊണ്ട് ഇന്നുകൊണ്ട് പല രീതിയിലാണെന്നേ ഉള്ളൂ. അപ്പൊ മാത്രമല്ല ഈ പറഞ്ഞ പോലെ അന്നും ഇന്നും ആണെങ്കിൽ പോലും നമ്മുടെ സ്വന്തം പ്രണയം തുറന്നു പറയാൻ എന്നൊരു മടിയാണ് എല്ലാവർക്കും. ആണെങ്കിൽ പോയി ഭയങ്കര ആവേശമായിരിക്കും. പക്ഷെ സ്വന്തം പ്രണയം പറയാൻ അന്നും ഇന്നും എന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അത് ആദ്യ പ്രണയമാണ് നോക്കാൻ വേണ്ടത്. ആദ്യ പ്രണയം എപ്പോഴും ഭയങ്കര സ്പെഷ്യലായിരിക്കും. അല്ല, അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന ക്യാരക്ടർ ഇങ്ങനെയും ആണോ? അല്ല, ഞാൻ ആക്ച്വലി എന്റെ ഒരു നാട്ടിലെ കൂട്ടുകാരനാണ്. ഇപ്പൊ കോളേജിലാണല്ലോ ഇമാര് പണി പഠിപ്പിച്ചു വെച്ചേക്കുന്നത്. ഞാനിതൊന്നും അറിയില്ലല്ലോ, കുറച്ച് അറിയണ. അപ്പൊ ഈ ഒരു ക്യാരക്ടർ കോളേജിൽ പോകാൻ തീരുമാനിച്ചില്ലായിരുന്നു? ഇല്ല, ഞാൻ പോവാത്തത് മാത്രമല്ല ഇവനെ വിടാനും എനിക്ക് താല്പര്യം. അത് വരെ പാസ്സായിട്ടില്ല, സർട്ടിഫിക്കറ്റ് ഇല്ല. എന്റെ സമയത്ത് എനിക്ക് ഇവന്റെ അടുത്ത് നിന്ന് പോകുന്ന വലിയ താല്പര്യമുള്ള ആളല്ല. ഇവനെപ്പോഴും എന്റെ കൂടെ നാട്ടിലുണ്ടാവണം, എന്റെ കൂടെ തന്നെ ഉണ്ടാവണം. അല്ലെങ്കിൽ ഏത് കാര്യത്തിനും എന്റെ കൂടെ ഇവൻ എന്ത് ചെയ്താലും ഇവന്റെ അടുത്ത് ഭയങ്കര രസമായിട്ട് ചിരിച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ ഇവ ഏത് രീതിയിൽ റിയാക്ട് ചെയ്താലും ഇവന്റെ അടുത്ത് ഹാപ്പി ആയിട്ട് നിൽക്കുന്ന, എല്ലാവരുടെ ഇടയിലും കാണുന്ന ഒരു എന്തുണ്ടെങ്കിലും ഉണ്ടാവും. എല്ലാ കാര്യങ്ങൾക്കും ഏത് കുരുത്തക്കേടായാലും ഏത് നല്ല കാര്യമായാലും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ടാവും. നീ മുന്നോട്ട് പോടാന്ന് പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്യുന്ന. പക്ഷെ അത് തെറ്റ് കണ്ട പറയുകയും ചെയ്യും. പറയുന്നുണ്ട്. അതെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ റിയൽ ലൈഫിൽ എന്തെങ്കിലും ക്യാരക്ടറായിട്ട് കണക്ഷൻ അല്ലെങ്കിൽ നാട്ടിലുള്ളവരോട് കണക്ഷൻ തോന്നിയിരുന്നോ ഈ സിനിമ ചെയ്തപ്പോ? ഒരുപാട് പേരായിട്ട്. ഈ ഞാൻ പറഞ്ഞത് എന്റെ ക്യാരക്ടറിന്റെ ലെയർ പറയാം. ശ്രീകുട്ടൻ എന്നാണ് ക്യാരക്ടറിന്റെ പേര്, അർജുൻ എന്നുള്ളത് എല്ലാ നാട്ടിലും അല്ലെങ്കിൽ എല്ലാ സർക്കിളിലും ഉണ്ടാവും ഒരു ശ്രീകുട്ടൻ. എല്ലായിടത്തും ഉണ്ടാവും. എനിക്ക് എൻ്റെ അടുത്ത സുഹൃത്തുക്കളുണ്ട് എൻ്റെ സെയിം ലെയറുള്ള. ഇപ്പം ഞാനൊരു നാട്ടിൻപുറത്തുകാരനായിട്ടുള്ള ശ്രീകുട്ടനാണ്. ഇത് സിറ്റിയിലേക്ക് വരുമ്പം ശ്രീകുട്ടൻ യോബ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ അങ്ങനെ ക്യാരക്ടേഴ്സ് ഉണ്ടാവും. പേര് മാറുന്നുള്ളൂ, ക്യാരക്ടേഴ്സൊക്കെ ഒന്നായിരിക്കും. അതിൻ്റെ അവരുടെ പെരുമാറുന്ന രീതിയും രണ്ട് രീതിയിലായിരിക്കും, പക്ഷേ സ്നേഹം ഒന്നാണ്. അങ്ങനത്തെ എല്ലാവരുടെയും ഉണ്ടാവും. അതാണ് അതിൻ്റെ ഒരു പരമമായിട്ടുള്ള ഒരു കാര്യം, ഒന്നാണ് അല്ലേ, അത്രേ ഉള്ളൂ. അതുപോലെ മനോജ് ചേച്ചിനെ എനിക്ക് എപ്പോഴും കാണുമ്പോ ഉപ്പുമുളകാണ് എനിക്ക് എപ്പോഴും ഓർമ്മ. അമ്മനെ കാണുമ്പോ എനിക്ക് എപ്പോഴും ഈ ഒരു ഉപ്പുമുളകാണ് ഓർമ്മ വരുന്നത്. എന്താ ചേച്ചിന്ന് വിളിച്ചാൽ കുഴപ്പമുണ്ടോ? അപ്പൊ ഇതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പക്ഷെ പിന്നെ അതിനുശേഷം സൂക്ഷ്മദർശിനിയിലായാലും ഭീഷ്മപർവ്വത്തിലൊക്കെ ഭയങ്കര ഒരു അത്രയും ഒരു കരുത്തുറ്റൊരു ക്യാരക്ടറാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സിനിമയിൽ വരുന്ന സമയത്ത് മകനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരു ക്യാരക്ടറായിട്ട്. അപ്പൊ എന്താണ് പറയാനുള്ളത് ഈ ക്യാരക്ടറിനെ പറ്റിയിട്ട്? എൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എനിക്ക് മകനെ രക്ഷപ്പെടുത്തണം എങ്ങനെയെങ്കിലും. മകനിലാണ് എൻ്റെ ജീവിതം മൊത്തം. അവനെ എവിടെയൊക്കെ കൊണ്ട് പഠിപ്പിക്കാം, അങ്ങനെയൊക്കെ ഉള്ളൊരമ്മ. അതായത് എല്ലാവരുടെ ഇടയിൽ ഉണ്ടാവുന്ന ഒരു അമ്മ തന്നെ, ടിപ്പിക്കൽ അമ്മ തന്നെയാണ്. അമ്മയുടെ ജീവിതം മൊത്തം ഈ മകനാ. ഈ ഒരു പ്രതീക്ഷയുള്ളൂ, വേറെ പരിസരം ഒരു ബോധവും ഇല്ല. മകന് വേണ്ടിയിട്ടുള്ള മകൻ അപ്പടി കുരുത്തൊക്കെ ഇടും.
മകനാണ് ലോകം നമ്മുടെ. അല്ല ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആ ഡയലോഗ് എനിക്ക് അതാ ഓർമ്മ വന്നത്. ഇവിടെ സ്കൂളിൽ പോടാന്ന് പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ, അത് ശരിക്കും നല്ലൊരു ഡയലോഗ് തന്നെയാണ് സിനിമയിലുള്ളത്. അപ്പോൾ അതാണല്ലോ ക്യാരക്ടറിനെ പറ്റി പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സിനിമ അല്ലെങ്കിൽ കൊറോണ ധവാന് ശേഷം ചെയ്യുന്ന സിനിമ ലുക്ക് ചേട്ടൻ ചെയ്യുന്ന സിനിമയാണ്. അപ്പൊ ആ ഒരു സിനിമയിൽ ഒരു ത്രെഡിന്റെ ചെറിയൊരു പോർഷൻ എനിക്ക് ഇതിൽ കാണുന്ന പോലെ തോന്നിയായിരുന്നു. ഒരു മദ്യത്തിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു, അതാ ചോദിച്ചത്. മദ്യത്തെ കുറിച്ചാണ് വിഷയം. കൊറോണ ധവാൻ എന്നുള്ള അതെ 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 ജവാനെ കുറിച്ചായിരുന്നല്ലോ. ജവാൻ നമ്മുടെ അപ്പൊ പിന്നെ പേര് മാറ്റിയതാ സെൻസർ. ഷാരൂഖ് ഖാൻ ഒരു കത്ത് എഴുതിയായിരുന്നു, ഞങ്ങളുടെ പേര് മാറ്റി. പക്ഷെ അവരെ സിനിമ ഭയങ്കര നാട്ടും പ്രദേശത്തുകാരൻ തന്നെയാണ്. CC ആണെങ്കിലും സുജയ് ആണെങ്കിലും. അപ്പോൾ അവരെ സിനിമകൾക്കൊക്കെ അതിന്റെ ഒരു ഫ്ലേവർ ഉണ്ടാവും. അത് പക്ഷെ ഭയങ്കര ജെന്യുവിൻ ആയിട്ട് തന്നെയാണ് അത് അവർ പ്ലേസ് ചെയ്യാറ്. അല്ലാതെ അവരതൊരു ഒട്ടും ഫോഴ്സ്ഫുള്ളി അല്ല. അതുകൊണ്ട് തന്നെയാണ് കൊറോണ ധവാൻ എല്ലാവർക്കും കണക്ട് ആയത്. ഇപ്പൊ ഒരു മദ്യത്തിന്റെ ബേസിലാണ് ആ സിനിമ പറഞ്ഞെങ്കിലും എന്നാലും അത് ഫാമിലി ആണെങ്കിലും എല്ലാവരും ആണെങ്കിലും ഇരുന്ന് കാണാനും പറ്റും. നമുക്കത് ഭയങ്കര ജെന്യുവിൻ ആയിട്ട് തോന്നും. അതുപോലെ തന്നെ ഇതിലോട്ട് വരുമ്പോഴും എന്താണോ നാട്ടിൽ പ്രദേശത്ത് നടക്കുന്നത്, ഈ സിനിമ സുജയുടെ നമ്മുടെ റൈറ്ററുടെ ലൈഫുമായിട്ട് ഭയങ്കര അവന്റെ ലൈഫിൽ ഉണ്ടായ ഒരു പ്രണയം ആണ്. അവൻ അതിലൊരു 90% അവന്റെ ലൈഫ് സ്റ്റോറി. അപ്പൊ അതിന്റെ സുഖം ഉണ്ടായിരുന്നു. ശരിക്കും ആ ടീമിന്റെ കൂടെ പിന്നെ അടുത്തൊരു സിനിമ ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു കംഫർട്ടബിൾ ആയിരുന്നു ഉണ്ടാവില്ലേ? അതുകൊണ്ടാണല്ലോ രണ്ടാമത് സംഭവിച്ചത്. അത് അല്ലെങ്കിൽ ഒരു സിനിമ കഴിഞ്ഞ് വീണ്ടും സെയിം ടീമിൽ വീണ്ടും സംഭവിക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. അത് ഒരു വലിയ കാര്യമാണ്. കാരണം അത് നല്ല രീതിയിൽ ആദ്യത്തെ സിനിമ നല്ല രീതിയിൽ പോകണം, സിനിമ നന്നാവണം, അവർ തമ്മിലുള്ള ബന്ധം നന്നാവണം, പിന്നെ അവർക്ക് പ്രതീക്ഷ വേണം, അടുത്ത സിനിമ ചെയ്യണോണ്ട് ഗുണം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ വേണം. ഇതൊരു ബിസിനസ്സും കൂടിയാണല്ലോ, എല്ലാ ഫാക്ടേഴ്സും കൂടി വരണം. അപ്പോൾ അങ്ങനെ വന്ന കുറച്ച് ഡയറക്ടേഴ്സ് ഉണ്ട് എനിക്ക് എൻ്റെ ലൈഫിൽ, എൻ്റെ കരിയറിൽ തന്നെ. അങ്ങനെ അതിലത്തെ ഒരാളാണ് CC. അതെ, അത് ഡയറക്ടർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമ കൂടിയാണ്. അത് വൺ ഓഫ് ദ 2 ഡയറക്ടർ ഉണ്ട്, CCയും ഗൗതമും ഉണ്ട്. ഗൗതമൻ തന്നെയാണ് ഇതിന്റെ പ്രൊഡ്യൂസർ. അവരെ പിങ്ക് ബൈസനാണ് പുതിയ പ്രൊഡക്ഷൻ കമ്പനി, അവരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പൊ പറഞ്ഞു അശ്വിൻ ചേട്ടാ, ഇപ്പോൾ നമ്മളൊരു സിനിമ ചെയ്യുന്ന സമയത്ത് ഇപ്പം നിങ്ങൾ സ്ക്രിപ്റ്റിലാണെങ്കിലും സജഷൻസ് ഒക്കെ പറയാറുണ്ട് എന്തെങ്കിലും. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൻപുറത്തുള്ള ക്യാരക്ടറുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് പറയുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും ഡയറക്ടർ എടുത്ത് പറയാറുണ്ടോ നിങ്ങളൊക്കെ? അല്ല, സജഷൻ പറയുന്നത് ഇതിനകത്ത് ഇപ്പൊ എഴുതി വെച്ചേക്കുന്ന ഡയലോഗ്സിൽ നമ്മൾ ഇതിന്റെ റൈറ്റർ സുജയുടെ അടുത്തൊരു സജഷൻ പറഞ്ഞാൽ നമ്മൾ പറയും ചിലപ്പോൾ അത് സുജയ് ബ്രോ ഇത് ഇത്തിരി ക്രിഞ്ച് അടിക്കുമോ ഇങ്ങനെ പറയണമെന്ന് ചോദിച്ചാൽ സുജയ് പറയുന്നത് അങ്ങനെ തന്നെ പറയണം എന്ന് പറയും. സുജയുടെ ലൈഫിൽ പറഞ്ഞതാ, സ്വന്തം ജീവിതത്തിൽ പറഞ്ഞതാണ്, മാറ്റാൻ സംഭവിക്കില്ല. ചിലതൊക്കെ നമുക്ക് തോന്നുക ഇല്ല, ഞാൻ പറഞ്ഞതാ, ആളുടെ ലൈഫാണല്ലോ. പക്ഷെ സീനുകൾ നമ്മൾക്ക് ഡയറക്ടേഴ്സ് ഭയങ്കര അടിപൊളിയാണ്. നമുക്ക് ഭയങ്കര സ്പേസ് തരും. ഞങ്ങളൊക്കെ ഒരുമിച്ചുള്ള മിക്ക സീൻസും അവർ നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് പറയും, നിങ്ങൾക്ക് അത് എങ്ങനെ ഇംപ്രവൈസ് ചെയ്യാൻ പറ്റും, നമ്മളുടെ 100% നമ്മുടെ കോൺട്രിബ്യൂഷൻ എന്താണത് എടുത്തിട്ട് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. നമ്മൾ ഈ സിനിമയിൽ ഒരുപാട് സ്ഥലത്ത് അത് യൂസ് ചെയ്തിട്ടുണ്ട്. പണ്ട് ഇപ്പൊ ജഗതി ചേട്ടനായാലും അവരൊക്കെ പറയാറുണ്ട്, അവര് കൈന്നിടുന്ന കുറെ ഡയലോഗ്സ് ഇംപ്രവൈസേഷൻ പറയുന്നുണ്ട്. വലിയ ബന്ധങ്ങളിലൊക്കെ ഒന്നും പോണ്ട. അല്ല അങ്ങനെയല്ല, പലരും അങ്ങനെ നമുക്ക് വേണ്ടി സ്പേസ് തരാൻ. അവരൊക്കെ കാണുമ്പോ അവരെ കണ്ടാണ് നമ്മള് കുറച്ചെങ്കിൽ 1% പോലും നമുക്ക് പറ്റില്ല ആ ഒരു ഏരിയയിലേക്ക് എത്താൻ. അത് അവരൊക്കെ അത്രയും ലെജൻസ് ആണ്. പക്ഷെ നമ്മൾ ഈ സിനിമയോടുള്ള ആഗ്രഹം കൊണ്ടാണ്, സിനിമയിൽ അഭിനയിക്കണം, സിനിമ നടനാവണം എന്നുള്ളൊരു വേറൊരു ആഗ്രഹ നടന്മാരാണ്. അപ്പൊ അതൊക്കെ നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറെ സംസാരിച്ച് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ആ ഡയലോഗ് ഇങ്ങനെ പറഞ്ഞു നോക്കി അങ്ങനെയൊക്കെ പറഞ്ഞു നോക്കും. അതെ, അതുപോലെ ലുക്ക് ചേട്ടൻ ഓരോ സിനിമ ചെയ്യുമ്പോൾ ഇപ്പോൾ ആലപ്പുഴ ജിങ്കാനയാലും ഒരു പ്രിപ്പറേഷൻസ് ഉണ്ടാവുമല്ലോ മൂവി ചെയ്യുമ്പോഴുള്ള. ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് എങ്ങനെയായിരുന്നു ഒരു പ്രിപ്പറേഷൻസ്? ഒന്നുമില്ല, പഴയ കാലഘട്ടത്തിലേക്ക് പോയി അത്രേ ഉള്ളൂ. അല്ല, ഇതിൽ ഞാൻ പ്രിപ്പറേഷൻ ഒന്നും ചെയ്ത് ഭയങ്കരമായിട്ട് എന്തോ ആലോചിച്ച് ചെയ്യാനോ അല്ലെങ്കിൽ വലിയ എന്തോ ഒന്നും പോലെ ഒന്നും ഇല്ല. ഇത് നമ്മളെ നാട്ടിൽ നമ്മളിപ്പോ പുറത്തിറങ്ങിയാൽ കാണുന്ന ആളാണ് അർജുൻ ക്യാരക്ടർ. ഒരുപാട് പേരുണ്ട് അങ്ങനെ. അപ്പൊ അങ്ങനത്തെ ഒരു ഭയങ്കര നാട്ടിൻ പ്രദേശത്ത് വൈകിട്ടായ 2 ഫ്രണ്ട്സിന്റെ കൂടെ അടിക്കുന്നത്, അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് അമ്മ അറിയാതെ വീട്ടിൽ പോയി കിടന്നുറങ്ങി, രാവിലെ അമ്മ എന്തായെന്ന് പറഞ്ഞാൽ രാത്രി എപ്പോഴാണ് വന്ന് കിടന്നതെന്നൊക്കെ ചോദിച്ച് അങ്ങനെ പോകുന്ന ഒരു പെട്ടെന്ന് ക്രിക്കറ്റ് കളി, റേഷൻ കടയിൽ പോവുക, പച്ചരി വന്നില്ല ഇപ്രാവശ്യം പച്ചരി വന്നിട്ട് വേണ്ടില്ലേ, ചാണകം കോരുക, പാല് ഇറക്കുക, ഇതൊക്കെ അമ്മ ചെയ്യിപ്പിക്കുക. ആ ചാണകം കോരിട്ട് കളിക്കാൻ പോയാൽ മതി, വൈകുന്നേരം ക്ലബ്ബിൽ പോയിരിക്കും. അതൊക്കെ നമ്മൾ സ്ഥിരം കാണുന്ന, ഇപ്പൊ നമ്മൾ കുറെ മിസ് ചെയ്യുന്ന ഒരു ഏരിയയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ, എന്റെ നാട്ടിലെ ക്ലബിലൊക്കെ പണ്ടത്തെ പോലെയല്ല. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മള് നാട്ടിലെത്തിയാല് എല്ലാവരും ക്ലബിലുണ്ടാവും, ക്യാരംസ് ഉണ്ടാവും, ചെസ് ഉണ്ടാവും,
നമ്മൾ കുറെ കാര്യങ്ങൾ സിനിമ ഡിസ്കസ് ചെയ്യും, കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്യും, ഒരുമിച്ച് ഫുഡ് അങ്ങനെ കുറെ ഉണ്ടെന്ന്. അതൊക്കെ ഇപ്പൊ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നാട്ടിലൊക്കെ. ക്ലബിലൊന്നും ആരും ഇല്ല. ആ ക്ലബ് ആ ബിൽഡിംഗ് അവിടെ ഉണ്ട്. എന്നിട്ട് ആ ഗ്രൂപ്പിലൊക്കെ വൻ ചർച്ച ഉണ്ട്, എന്താണ് പുതിയ പ്രസിഡന്റ് പോരല്ലോ, പുതിയ സെക്രട്ടറി പോരല്ലോ, അവിടെ എന്താ മറ്റേ നടന്നില്ലല്ലോ. പക്ഷെ അവിടെ അങ്ങനെ ക്ലബ്ബ് ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ഈ നാട്ടുപ്രദേശത്തൊക്കെ ഭയങ്കര നമുക്കൊരു ധൈര്യമാണ് അങ്ങനെ ഒരു ക്ലബ്ബുള്ളത്. എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ പോയി പറയാനൊക്കെ. അപ്പൊ അത്തരം ഏരിയാസിനൊക്കെ ഇത് ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ആളുകൾ കൂടി കഴിഞ്ഞാൽ എല്ലാവരും ഫോൺ നോക്കിയിരിക്കാന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു. ക്ലബിനകത്ത് ഇരുന്ന് പബ്ജി കളിക്കുന്ന ടീമുകളുണ്ട്. വേറെ ആൾക്കാരെ ഓൺലൈനിൽ വേറെ ആൾക്കാരായിട്ട് കളിക്കാം, ഇവര് തമ്മില് സംസാരിക്കാം. പക്ഷെ അതൊന്നും തെറ്റല്ല, നമ്മളത് പറയുന്നത്. അതെ, പ്രധാന ആൾക്കാർ നമ്മൾ തന്നെ. പിന്നെ കാരണം നമ്മളപ്പുറത്ത് കളിച്ചാലേ ഇപ്പുറത്തുള്ള കളിക്കാൻ പറ്റും. പക്ഷെ സിനിമയിലൂടെ ഇങ്ങനത്തെ ഒരു ത്രെഡ് വരുന്ന സമയത്ത് റിലേറ്റ് ചെയ്യാൻ പറ്റും പല ആളുകൾക്കും. അതായത് പല ആളുകളും ഓ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നല്ലോ എന്നുള്ളൊരു നമ്മുടെ ആ കാലഘട്ടത്തിലെ പ്രണയമൊക്കെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും തന്നെയാണ്. ബേസിക് റൊമാൻറ്റിക് ആണ്, പ്രണയമാണ് എല്ലാവർക്കും. പിന്നെ അമ്മ, മകൻ, കൂട്ടുകാരൻ എന്നൊക്കെ ഉള്ളത് എല്ലാവർക്കും അനുഭവിക്കുന്ന എല്ലാവരുടെയും ഇമോഷണൽ ആണ്. ശരിക്കും പറഞ്ഞു ഈ ഒരു ക്യാരക്ടർ അമ്മ പറഞ്ഞ കേൾക്കുന്ന മകനാണോ ശരിക്കും? 90% പറഞ്ഞ കേൾക്കുന്നത്. ഇനിയിപ്പോ എന്തെങ്കിലും ഞങ്ങൾ തമ്മില് പശ്ചാത്താപമുണ്ട്. തമ്മിൽ തല്ലുണ്ടായാലും സ്വാഭാവികം നമ്മളെ അമ്മനോട് ഇപ്പൊ നമ്മള് ചൂടായിട്ടൊക്കെ സംസാരിക്കും. അങ്ങാടി തോറ്റ അമ്മയോട് നമ്മള് വേറെ വല്ല പ്രശ്നം കഴിഞ്ഞ് വന്നാലും വീട്ടിൽ വന്നാൽ ചിലപ്പോ നമ്മൾ ആ ദേഷ്യം ചിലപ്പോ അമ്മയുടെ അടുത്ത് ചിലപ്പോ സംസാരത്തിലൊക്കെ ദേഷ്യത്തിൽ പറയും. കാരണം അമ്മനോട് നമുക്ക് എന്തും പറയാം, എന്ത് ദേഷ്യത്തിൽ സംസാരിക്കും. പക്ഷെ നമുക്കറിയാം അമ്മ വിട്ട് അമ്മ പോവില്ല. ആ ഒരു സ്നേഹം വേറെ ഒന്നിനും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മ മകൻ എന്നുള്ള ബന്ധം എനിക്ക് തോന്നുന്നു ആ ഒരു ഭയങ്കര സ്ട്രോങ്. അമ്മയുടെ ലോകം ഇത് മാത്രമേ ഉള്ളല്ലോ. അമ്മക്ക് ഇത് മാത്രമേ ഉള്ളൂ, അമ്മയുടെ മകൻ എന്നുള്ള ഒരു പരിപാടി. എന്ത് വന്നാലും അമ്മയുടെ അടുത്തേക്ക് തന്നെ വരും എന്നുള്ള ഒരു ഉറപ്പ് അമ്മയ്ക്ക്. പിറ്റേ ദിവസം രാവിലെ എണീറ്റ ചിലപ്പോ എനിക്ക് തോന്നും എന്തൊക്കെയാണല്ലോ ഒന്ന് പറഞ്ഞു. അപ്പൊ അമ്മയുടെ അടുത്ത് പോയിരിക്കും. അപ്പൊ അത് നമ്മുടെ ഒരു ഷെൽട്ടറാണ്. അത് അവിടെ കുറച്ചു നേരം വന്ന് ചെന്ന് ഇരുന്നാൽ തന്നെ നമുക്കൊരു ശരിക്കും ഈ ഒരു സിനിമ എല്ലാവർക്കും സ്വന്തം ലൈഫ് തന്നെ ഒരു കണ്ണാടി എന്ന് വേണമെങ്കിൽ പറയാം. അത് ശരിക്കും അത് നിങ്ങളുടെ ഒരു സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് ആ ഒരു നമ്മുടെ ഒരു ലൈഫ് തന്നെയാണ് ഈ സിനിമയിൽ ഉള്ളത്. അതെ, അതുപോലെ ദൃശ്യം ഇപ്പം നേരത്തെ പറഞ്ഞു ഇത്ര ഒരു ഗ്യാപ്പ് എടുത്തു എന്ന് പറഞ്ഞാലും സോഷ്യൽ മീഡിയ ഒക്കെ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. ഡാൻസ് ആയാലും ആക്ടിങ് ആയാലും അങ്ങനത്തെ റീൽസ് ഒക്കെ എപ്പോഴും കാണാറുണ്ട്. അതുകൊണ്ട് ആ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നില്ലായിരുന്നു കേട്ടോ. എനിക്കും ഈ പറഞ്ഞ പോലെ കമന്റ് സെക്ഷനിൽ നോക്കിയപ്പോ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഗ്യാപ്പ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഐ വാസ് ആക്റ്റീവ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് അങ്ങനെ ആക്റ്റീവായി നിൽക്കാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അപ്പൊ അതിനനുസരിച്ച് സിനിമയും ഇനി അടുത്തടുത്തായിട്ട് വരും. പിന്നെ അതുപോലെ സിജു വിൽസന്റെ കൂടെ ഒരു മൂവി വരാൻ പോകുന്നുണ്ട്. പിന്നെ ഡോസ് എന്ന് പറഞ്ഞൊരു മൂവി വരാൻ പോകുന്നുണ്ട്. അതില് ഈ ഇതുവരെ ചെയ്തിരിക്കുന്ന ഒരു ദേ അല്ല, എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ നമുക്ക് അതും പ്രതീക്ഷിക്കാം കുറെ വർഷങ്ങൾക്ക് ശേഷം. അതെ, അത് എനിക്ക് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ആക്ടിങ് എന്നുള്ള രീതിയിൽ കുറച്ചും കൂടി എനിക്ക് എന്റെ ഒരു ഇത് കാണിക്കാൻ പറ്റിയിട്ടുള്ളത് ആ ഒരു ഐ ഹോപ്പ് ഇറ്റ് വർക്ക്സ് എല്ലാ ഓഡിയൻസിന്റെ കയ്യിലാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതിലത്തെ ഒരു പാട്ട് സിദ്ധു ശ്രീറാം പാടിയ ഒരു പാട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു. അതായത് പ്രേമവതി ആ ഒരു സോങ്ങിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തന്നെ ഒരു ഡിഫറെന്റ് ആണ് എനിക്ക് തോന്നിയത് കേട്ടപ്പോ. നല്ലൊരു റൊമാൻറ്റിക് സോങ് ആയിരുന്നു. അതിന്റെ ഏറ്റവും വലിയ എക്സൈറ്റഡ് ആയിട്ടുള്ള ഘടകം എന്താന്ന് വെച്ചാൽ അതിന്റെ ലിറിക്സ് എഴുതിയത് നമ്മുടെ കൂടെ അഭിനയിച്ച കാർത്തിയാണ്. അവനാണ് അതിന്റെ 2 പാട്ടിന്റെ ലിറിക്സ് എഴുതിയത് അവനാണ്. പക്ഷെ നല്ലൊരു സോങ് ആണ്. സാഹസത്തിന് ശേഷം ബിബിൻ അശോകാണ്. എനിക്ക് തോന്നുന്നു അശോക് തീരെ എക്സ്പ്ലോർ ചെയ്യാത്തൊരു ഏരിയയാണ് ഇത്രയും റൊമാൻറ്റിക് ഒരു കംപ്ലീറ്റ് റൊമാൻസ്. അത് ഞങ്ങൾ എക്സൈറ്റഡ് ആണ്. അശോക് എങ്ങനെയായിരിക്കും ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അത് എങ്ങനെയായിരിക്കും പുറത്തു വരാൻ. നമ്മളത് വെയിറ്റ് ചെയ്യാം. അത് നമ്മൾ ഇത്രയും ഒരു എന്താ പറയാ സിദ്ധു ശ്രീറാമിന്റെ സൗണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു റൊമാൻറ്റിക് ആയാലും സോങ്സ് ആയാലും അടിപൊളി പാടുന്ന ഒരു സിംഗറാണ്. ഒരു മാജിക് ആണല്ലേ. പിന്നെ അതുപോലെ തന്നെ പിന്നെ എന്തൊക്കെയാണ് ഇതിന്റെ ഒരു പുതിയ പിന്നെ ബാക്കിയുള്ള ഒരു വിശേഷങ്ങൾ എന്നൊക്കെ പറയണ ഈ സിനിമയുടെ? ഇത് ആക്ച്വലി എനിക്ക് സ്റ്റോറി സുജയ് ചേട്ടൻ മുന്നേ അടങ്ങുന്ന സംസാരിക്കട്ടെ കോൺസെൻട്രേഷൻ. എനിക്ക് മറ്റേ മൾട്ടി ടാസ്കിങ് എനിക്ക് പരിപാടി കുറച്ച് ഇതാ അവിടുന്ന് കേൾക്കുമ്പോ എന്റെ ചെവി ചോദിച്ചത് മനസ്സിലാവും, പ്രശ്നം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതില് ആക്ച്വലി സുജയ് ചേട്ടൻ ആണ് എന്നെ ഈ മൂവിയിലോട്ടൊക്കെ ഇങ്ങനെ വിളിക്കുന്നത്. അപ്പൊ സുജയ് ചേട്ടന്റെ നമ്പർ ഓൾറെഡി എന്റെ ഫോണിൽ സേവ്ഡ് ആയിരുന്നു. ഇതിന് മുന്നേ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് എൻക്വയറിക്ക് വേണ്ടി വിളിച്ചു, പക്ഷെ അത് അങ്ങനെ പോയി. അപ്പൊ നമ്പർ സേവ്ഡ് ആണ് സുജയ് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് കുറെ കാലം മുന്നേ വിളിച്ചിട്ടുള്ളതായിരുന്നു.
പിന്നെ ഞാൻ ഈ ജിമ്മ് കഴിഞ്ഞ് ഇങ്ങനെ എന്ത് പറയുന്ന സമയത്താണ് എന്നെ സുജയ് ചേട്ടൻ്റെ ഒരു 3 മിസ് കോൾ ഉണ്ട്. അപ്പോൾ അതേ കറക്റ്റ് ആ ടൈമിൽ തന്നെ വീണ്ടും ഒരു കോൾ വന്നു, ഞാൻ എടുത്തു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, എത്രയും വേഗം ഒന്ന് കേൾക്കാൻ പറ്റുമോ, കാരണം പെട്ടെന്ന് പടം ഓണാവും. അപ്പോൾ ഞാൻ ഓക്കെ എന്നാൽ വീട്ടിലേക്ക് വായോ. ചേട്ടൻ തൃശ്ശൂർ, അപ്പോൾ എൻ്റെ അച്ഛൻ അമ്മ ഞങ്ങളെല്ലാവരും കൂടി സുജയ് ചേട്ടനും ഡയറക്ടറായ CC നിതിൻ എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മൾ സ്ക്രിപ്റ്റ് കേട്ടു. സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ എനിക്ക് അട്രാക്റ്റീവായി തോന്നിയൊരു സംഭവം, ഞാനിങ്ങനെ പെട്ടെന്ന് സോൺ ഔട്ടായി പോകുന്ന ഒരു പേഴ്സണാണ്. പക്ഷേ ഈ സ്റ്റോറി കേട്ടപ്പോൾ ഞാനിങ്ങനെ സോൺ ഔട്ട് ആവാണ്ട് ഇങ്ങനെ കേട്ടിരുന്നു. അത് സുജയ് ചേട്ടൻ്റെ ആയാലും നിതിൻ ചേട്ടൻ്റെ ആയാലും ഒരു ടാലൻ്റ് ആണ്. അതായത് നമ്മൾ അതായത് കുറേ ട്വിസ്റ്റും ടേണും ഉണ്ടെന്നല്ല ഈ മൂവിയിൽ, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. പക്ഷെ ആൾക്കാരെ ലൈക്ക് അട്രാക്ട് ചെയ്യുന്ന ആ ഒരു അറ്റൻഷൻ കിട്ടുന്ന ആ ഒരു സംഭവം, ഐ ഫെൽറ്റ് ഇറ്റ്സ് എ വെരി ഗുഡ് ക്വാളിറ്റി. ഒരു ഡയറക്ടറിലായാലും ഒരു ടെക്നീഷ്യൻ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വാളിറ്റി ആണെന്ന് എനിക്ക് തോന്നി. അമ്മയ്ക്കും അച്ഛനും നമുക്ക് എല്ലാവർക്കും കണക്ട് ആവുന്ന ഒരു സ്റ്റോറി ആയിരുന്നു. അങ്ങനെ ഫാമിലിക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന സിനിമ തന്നെയായിരിക്കും അല്ലേ? അതെ 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 ഉറപ്പായിട്ടും. അതുപോലെ ഒരു ലുക്ക് ചേട്ടാ, ഒരു സ്ക്രിപ്റ്റ് നമ്മൾ വായിക്കുന്ന സമയത്ത് ആദ്യം എന്താണ്, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ പറ്റിയിട്ട് വായിച്ചിട്ട് എങ്ങനെയാണ് അത് സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? വലിയ ഭയങ്കരമായിട്ട് ഒരു പ്ലാൻ അങ്ങനെയൊന്നുമില്ല. നമ്മളൊരു സ്ക്രിപ്റ്റ് ഒരു പരിപാടി കേൾക്കുമ്പോൾ ടോട്ടലി വർക്കാവുന്നുണ്ടോ എന്നുള്ളതാണ്. ഇത് മൊത്തത്തിൽ എന്ത് ക്യാരക്ടർ ആണെങ്കിലും സിനിമ ടോട്ടലി വർക്കായാലേ അതുകൊണ്ട് ഉപകാരമുള്ളൂ നമുക്ക്. അതിപ്പോൾ അതിലത്തെ ഏത് ക്യാരക്ടർ ചെയ്ത ആൾക്കും. അപ്പോൾ നമ്മൾ ടോട്ടലി സിനിമ എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കും. അതിന് നമുക്ക് സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ജഡ്ജ് ചെയ്യാനൊന്നും പറ്റില്ല. ഒരു ഫൈനൽ ഒരു ഈ സ്ക്രിപ്റ്റ് വർക്കാവും, ഇത് വർക്കാവില്ല, അങ്ങനെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇതിന് പല പ്രോസസ്സ് ഉണ്ട്. പിന്നെ ഇതിന് ക്രൂ, ഇതിൻ്റെ മേക്കിംഗ്, ഇതിൻ്റെ ഡയറക്ടർ ഈ സിനിമനെ എങ്ങനെ കാണുന്നു, ഇതിൻ്റെ DOP, ഇതിൻ്റെ അവരൊക്കെ ഇതിനെ എങ്ങനെ അവരുടെ പെർസ്പെക്റ്റീവ് എന്താണ്. അപ്പോൾ അതൊക്കെ അനുസരിച്ചിരിക്കും സിനിമയുടെ. അത് നമ്മുടെ കയ്യിലല്ല. പക്ഷെ എന്നാലും നമ്മൾ ടോട്ടൽ ഞാൻ എപ്പോഴും ടീം ഭയങ്കര നോക്കാറുണ്ട്. അവരെ കൊണ്ട് അത് ചെയ്യാൻ പറ്റും, അവനങ്ങനെ വെറുതെ ഈ സബ്ജക്റ്റ് എടുക്കില്ല, നമുക്കൊരു കോൺഫിഡൻറ്റ് വരുമല്ലോ. അതും പിന്നെയാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പാണ് നമ്മളെ ക്യാരക്ടറിലോട്ട് പോക്കും. അല്ലെ ആ ക്യാരക്ടർ എന്താണ്, എങ്ങനെ ചെയ്യാൻ പറ്റുമോ, എനിക്ക് പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് ചലഞ്ചിങ് ആണോ, ഒന്ന് ചെയ്ത് നോക്കിയാലോ എന്നൊക്കെ തോന്നി പിന്നെയാണ് അതൊക്കെ തീരുമാനിക്കും. ഓക്കെ. സാധാരണ ഇപ്പൊ പണ്ട് വെച്ച് നോക്കുന്ന സമയത്ത് ഇപ്പോൾ പ്രേക്ഷകർ ഭയങ്കരമായിട്ട് ജഡ്ജ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാ സിനിമയും. അപ്പോൾ ഒരു സിനിമ എടുക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു ചലഞ്ചിങ് നമ്മുടെ ഉള്ളിലുണ്ടാവും, അതായത് ഇങ്ങനെ വർക്ക് ആയിരിക്കും എന്നുള്ളത്. അതാ ഞാൻ ചോദിക്കാൻ. അത് ഉറപ്പായിട്ടുണ്ടോ, കാരണം നമ്മുടെ സിനിമ കൊടുക്കുന്നത് ഒരു പൊതു സമൂഹത്തിനും മുമ്പിലോട്ടാണല്ലോ. അവർക്ക് ആളുകൾക്ക് നമ്മളറിയാത്ത, നേരിട്ടറിയാത്ത പല തരത്തിൽ സ്വഭാവമുള്ള ഒരു സൊസൈറ്റിയിലോട്ടാണ് നമ്മൾ സിനിമ കൊടുക്കുന്നത്. ആ സിനിമ എങ്ങനെയും വിലയിരുത്തപ്പെടാം. ചിലപ്പോൾ അത് നമ്മൾ വളരെ മോശമായി എന്ന് തോന്നിയാൽ മോശമായി എന്ന് അവർ പറയും. ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. ജനങ്ങൾ മുന്നിലായിട്ടാണ് നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ എക്സ്പെക്ട് ചെയ്യണം. കാരണം ചിലപ്പോൾ എപ്പോഴും നല്ലത് പറയണമെന്നൊന്നുമില്ല, എപ്പോഴും മോശം പറഞ്ഞാൽ നമുക്ക് മാറ്റി പറയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെയാണ്. ഈ സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കലയാണല്ലോ. അപ്പോൾ അത് നമ്മുടെ ഉത്തരവാദിത്തം തന്നെ ആയിട്ട് ഏറ്റെടുത്ത് അതിൻ്റെ ആ റിസ്ക് തന്നെ ഏറ്റെടുത്ത് തന്നെ നമ്മൾ ഈ ജോലി ചെയ്യാന്നുള്ളതാണ്. ഇനി ഡാൻസ് പരിപാടികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ലുക്കുവിന്റെ കിഡിലൻ പെർഫോമൻസ് മനസ്സിലൊക്കെ നമ്മൾ കണ്ടായിരുന്നു. സിമ്പിൾ സ്റ്റെപ്സ് കളിക്കുന്ന കാണണം. അല്ല ശരിക്കും ഭയങ്കര ഫാൻസാ ലുക്ക് ചേട്ടന്റെ ഡാൻസ്. അതായത് മലയാള സിനിമയിൽ നന്നായി ഡാൻസ് കളിക്കുന്ന ഒരു നടൻ. എനിക്ക് ഡാൻസ് കളിക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്. സൗത്ത് ഇന്ത്യയിലെ അല്ല സത്യം. ഞാൻ കോളേജിൽ നമ്മൾ ആർട്സ് ഡേ കളിക്കില്ല, അല്ലെങ്കിൽ തട്ടിക്കുട്ടി കളിക്കില്ല, അങ്ങനത്തെ ഡാൻസ് അതന്നെ ഞാൻ കളിക്കണുള്ളൂ. പിന്നെ എനിക്ക് പറ്റുന്ന സ്റ്റെപ്പുകൾ ഇവർ തന്ന് കൊറിയോഗ്രാഫേഴ്സ് തന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കുന്നതാണ്. അല്ലാതെ ഒട്ടും ഡാൻസുമായിട്ട് ഒരു കലാപരമായിട്ടൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാളാണ്, ബന്ധമില്ലാത്ത. സത്യം, ഇത് സിനിമയിൽ വരിക, സിനിമയിൽ അഭിനയിക്കുക എന്നുള്ള ഒറ്റ ആഗ്രഹം, നടനാവാന്നുള്ള ഒറ്റ ആഗ്രഹത്തിന്. എനിക്കിപ്പോൾ ഒരാളെ മുന്നേ വന്നിട്ട് നമ്മളൊരു പ്രോഗ്രാമിന് പോയി, ആക്ടർ ലുക്മാൻ വന്നിട്ടുണ്ട്, ലുക്മാൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു, അതിക്കൊന്നും ചെയ്യാനോ അല്ലെങ്കിൽ അവരെ മുന്നിൽ ഒന്ന് പ്രസന്റ് ചെയ്യാനോ അങ്ങനെ ഒന്നും, അങ്ങനത്തെ സ്കില്ലോ അങ്ങനെ ഒന്നും ഉള്ള ഒരാളല്ല. എല്ലാം ചെയ്തോ നോക്കും, എല്ലാം നമ്മൾ ട്രൈ ചെയ്യും. പക്ഷെ അത് തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അല്ല, വള സിനിമ ഇറങ്ങിയ സമയത്ത് എല്ലാ കോളേജിലും കയറി ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. എന്താണോ അല്ല, അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാം, പ്രൊമോ ആയാലും സിനിമയിൽ പ്രതീക്ഷിക്കാം നല്ലൊരു ഡാൻസ് അല്ലേ. ദൃശ്യം പിന്നെ ഓൾറെഡി പറയണ്ടല്ലോ, അടിപൊളി ഡാൻസ് അടിപൊളിയായിട്ട് കളിച്ചിട്ട് ചെയ്തിട്ടുണ്ട്.
അല്ല ദൃശ്യയുടെ കാര്യം ഞാൻ പറഞ്ഞത്. ഞാൻ അടിപൊളിയായി ചെയ്തിട്ടുണ്ടെന്നല്ല പറഞ്ഞു, ഞാൻ ലുക്ക് സൂപ്പറായി ചെയ്തിട്ടുണ്ടെന്നോ. അല്ല ദൃശ്യം ഉണ്ടെങ്കിൽ ദൃശ്യ ആസ് യൂഷ്വൽ ഡാൻസർ ഒക്കെ ആണല്ലോ. അത്ര വലിയ ഡാൻസർ അങ്ങനെയൊന്നും വിനയം എല്ലാരും വിനയം. ഞാൻ ഓൾറെഡി വിനയം പിടിക്കുന്നുണ്ട് അല്ലേ? ഞാൻ ഓൾറെഡി വിനയം അവിടെ. അതുപോലെ അശ്വിൻ ചേട്ടാ, നമ്മളൊരു കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഇവൻ സൂപ്പറായി ഡാൻസ് കളിക്കൂലേ? പിന്നെ അമ്മ നല്ല മേജർ ഡാൻസർ ക്ലാസിക്കൽ ഡാൻസർ അടിപൊളിയായിരിക്കും. ആക്ച്വലി അമ്മ ആണ്. ഈ സിനിമയിൽ അമ്മ എന്നുള്ള ക്യാരക്ടർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടർ. ശരിക്കും ആക്ച്വലി അമ്മ എന്നുള്ള ക്യാരക്ടർ ഞങ്ങൾ കൊറേ ഓപ്ഷൻസ് ആലോചിച്ചിരുന്നു അമ്മ എന്നുള്ള ക്യാരക്ടർ. സത്യമായിട്ട് സീസൺ എനിക്ക് ഒരു ഏറ്റവും കൂടുതൽ ഓപ്ഷൻസ് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടാവുക അമ്മ എന്നുള്ള ഇതിനായിരിക്കും. അത്രയും ഇമ്പോർട്ടന്റ്. കാരണം അത് വർക്കായാലേ ഉറപ്പ് ഞങ്ങളൊക്കെ വർക്കാവണം, എല്ലാം വർക്കാവണ പോലെ അതും വർക്കാവും. നോക്കുമ്പോ നമുക്ക് മനോരമനെ കിട്ടിയെന്ന് പറഞ്ഞപ്പോ എല്ലാരും പറഞ്ഞു ഇനി ഒന്നും നോക്കാനില്ല, ആ ഓപ്ഷനിലോട്ട് പോവാന്ന് പറഞ്ഞ്. അത് ഞങ്ങൾ എൻ്റെ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. എനിക്ക് മനോരമയുടെ കൂടെ ഇത്രയും ഭയങ്കര അടുത്ത് ഭയങ്കര ഒരു അമ്മ മോൻ എന്നുള്ളൊരു ഇതിൽ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയത് ഞാൻ ഭയങ്കര സന്തോഷമായിരുന്നു. ശരിക്കും പ്രേക്ഷകരുടെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്ന ഒരു അമ്മ തന്നെയാണ്. നമ്മളെപ്പോഴും പറയുന്ന ഒരു കൂട്ടത്തിൽ ഏറ്റവും വലിയൊരു സ്ഥാനമുള്ള ഒരു അമ്മ തന്നെയാണ്. ഞാൻ പലപ്പോഴും പല സിനിമ കാണുമ്പോഴും അതായത് അത്രയും നാച്ചുറൽ ആയിട്ട് ആക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. ആ ഒരു ക്യാരക്ടർ അത്രയും നന്നായിട്ട് ഡെപ്തിലൂടെ ചെയ്യാന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് അമ്മ എന്നുള്ള ക്യാരക്ടർ പറയുമ്പോൾ അല്ലേ? എനിക്ക് ഫീൽ ചെയ്തത് അമ്മയ്ക്ക് ഇതിൽ കുറെ ലേയേഴ്സ് ഉണ്ട്. അതായത് കോമഡി അമ്മ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഈ സിനിമയിൽ. എനിക്ക് തോന്നുന്നു അത് നമ്മൾ ഒരു ഇന്റർവ്യൂവിൽ അത് പറഞ്ഞിട്ടില്ല. അമ്മ കോമഡിയും ഇതിൽ ചെയ്യുന്നുണ്ട്, അതും അത്യാവശ്യം അടിപൊളിയായി. ഇമോഷണൽ സംഭവം എല്ലാത്തിലും അമ്മ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നേരത്തെ പറഞ്ഞല്ലോ നമ്മള് ഭീഷ്മപർവത്തിലും സൂക്ഷ്മദർശനിലൊക്കെ ഭയങ്കര സീരിയസ് ക്യാരക്ടർ. അതെ, അപ്പൊ ഇതില് കോമഡിയും എല്ലാം വെച്ചിട്ടുള്ള, അതായത് നമ്മൾ മനഃപൂർവ്വം അങ്ങനെ കോമഡി ചെയ്യുന്ന ആ ഒരു രീതിയിലല്ല, ഇന്നസെന്റ് ആയിട്ടുള്ള അറിയാതെ പറഞ്ഞു പോകുന്ന കുറച്ച്, അതെ അറിയാണ്ട് പറഞ്ഞു പോകുന്ന കുറെ സംഭവങ്ങളൊക്കെ. പണ്ടൊക്കെ നമ്മള് ടി വി കാണാൻ വേണ്ടി നമ്മള് ചില വീട്ടുകളിലൊക്കെ പോയിരിക്കുമല്ലോ, പറഞ്ഞില്ല സിനിമ കാണുമ്പോഴേ ഉള്ളൂ. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ അമ്മമാരുടെ റെസ്പോൺസ് ഉണ്ടാവുമല്ലോ, അതൊക്കെ ചെറുപ്പത്തിൽ അനുഭവം ഉണ്ട്. ഞങ്ങള് അങ്ങോട്ടുള്ള കുമാരന്റെ വീട്ടിലായിരുന്നു ഞങ്ങള് ശക്തിമാൻ കാണാനും ക്രിക്കറ്റ് കളിയൊക്കെ വരുമ്പോ പോവുക. അപ്പൊ എന്താന്ന് വെച്ചാൽ അടിച്ച് തുടച്ചിട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ എല്ലാരും കൂടി ഓടി കയറിയാലൊക്കെ അമ്മ വരുന്നുണ്ടെന്നെ അമ്മ മോനെ വിളിച്ചാല്. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ അതിഭീകര കാമുക എല്ലാവർക്കും, മലയാളികൾക്കും അല്ലെങ്കിൽ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. അപ്പൊ നല്ലൊരു സിനിമയായി തീരട്ടെ, അല്ലെങ്കിൽ ഈ ഒരു സിനിമ തിയേറ്ററിൽ വൻ വിജയമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എല്ലാവർക്കും വളരെയധികം നന്ദി.